എനിക്ക് ശ്രീലക്ഷ്മിയോട് പിണക്കമാണെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല. പിന്നെ ഈ മൗനത്തിന്റെ അർത്ഥം എന്താണമ്മേ? എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല. പക്ഷേ എന്റെ മനസ്സിൽ എന്തൊക്കെയോ. നീ ചെയ്തത് അത്ര വലിയ തെറ്റാണെന്നൊന്നും അമ്മ പറയുന്നില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ചില സാഹചര്യങ്ങളിൽ തെറ്റ് സംഭവിക്കാം. ഈ വീട്ടിൽ ഇതിനു മുമ്പും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം കാരണം ശ്രീലക്ഷ്മി ആയിരുന്നില്ല. അതൊന്നും രവിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളും അല്ലായിരുന്നു. പക്ഷേ ഇത് രവിയെ വല്ലാതെ വേദനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. ആര് കാരണം പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് അവസാനം വന്ന് ബാധിക്കുന്നത് ഈ കുടുംബത്തെ ഒന്നാകെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ പ്രശ്നത്തെ തലനാഴിഴ കീറി പരിശോധിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. കാരണം അന്വേഷണം ചെന്നെത്തുന്നത് ആരിലായാലും അവരെനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് മൗനം പാലിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. വിധി അതെന്തായാലും അനുഭവിച്ചേ പറ്റൂ. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. അമ്മ ഞാൻ ഇറങ്ങാം. സർ, അമ്മേ ബ്രദറിലോ പോകുന്ന സ്പീഡ് കണ്ടിട്ട് രണ്ടുപേരുടെ ഇടയിൽ കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തായാലും ഓഫീസിലേക്ക് പോവാം. ബാക്കി ചെയ്യാനുള്ളത് ഓഫീസിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. മാത്രല്ലോ ഞാനും ഇറങ്ങുകയാണേ. ടേക്ക് കെയർ. പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ശ്രീലക്ഷ്മി, നീയും ഓഫീസിലേക്ക് പോകാൻ നോക്ക്. ഇല്ല അമ്മേ, ഇന്ന് ഞാൻ പോകുന്നില്ല. അമ്മയോടൊപ്പം ഇന്നിവിടെ നിൽക്കാൻ ഞാൻ. അത് വേണ്ട മോളെ, എനിക്കൊരു കൂട്ടിന്റെ ആവശ്യമില്ല. മോളിപ്പോ രവിയുടെ കൂടെ നിൽക്കേണ്ടത്. നിങ്ങൾ തമ്മിൽ എന്തോ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. രണ്ടുപേരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേര് അധികനാൾ പിണങ്ങിയിരിക്കരുത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കം ഉണ്ടായാലും ഒരു രാത്രിക്കപ്പുറം അത് നീണ്ടുപോകാൻ നീ സമ്മതിക്കരുത്. ഒത്തൊരുമയാണ് ഏത് ബന്ധത്തിന്റെയും വിജയം. അത് കുടുംബത്തിലായാലും സുഹൃത്ത് ബന്ധത്തിലായാലും. ബന്ധങ്ങൾക്കിടയിൽ അകൽച്ചയുണ്ടായാൽ പിന്നെ പഴയതുപോലെയാകാൻ വലിയ പാടാ മോളെ. എന്താന്ന് വെച്ചാ മോൾ ആലോചിച്ച് തീരുമാനിക്കാം. സർ, എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും സാർ കേൾക്കണം. ശ്രീലക്ഷ്മി, വീട്ടിൽ പറയാനുള്ളത് വീട്ടിൽ. ഇത് വീടല്ല, ഓഫീസാണ്.
ഇന്നലെ രാത്രി ഞാൻ പറയാൻ വന്നപ്പോ സാറ് സമ്മതിച്ചില്ല. സാറ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. രാവിലെ ഞാൻ ശ്രമിച്ചു, സാർ കേട്ടില്ല. അതാ ഞാൻ ഇവിടെ വന്ന ശേഷം പറയാന്ന് കരുതിയത്. ശരി, തനിക്ക് എന്താ ഇനി പറയാനുള്ളത്? ആ മുറിയിൽ അറിയാതെ കയറിയെന്നാണോ, അതോ ഇനി ആവർത്തിക്കില്ലെന്നോ? ഇത് തന്നെയല്ലേ കഴിഞ്ഞ തവണയും പറഞ്ഞത്? രേഖ മാഡം മനഃപൂർവ്വം ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അനിയത്തി കുട്ടി മനഃപൂർവ്വം ചെയ്തതോ അല്ലാതെയോ എന്തോ ആയിക്കോട്ടെ, തെറ്റ് ചെയ്തതാരവിടെ? കുറ്റക്കാരി ആയതാരവിടെ? അത് മാത്രോ വീട്ടിലുള്ള എല്ലാവരുടെ മുന്നിൽ വെച്ച്, അതിനപ്പുറം നിന്നെ സ്നേഹിക്കുന്ന എന്റെ അമ്മയടക്കം അനിയത്തിക്കുട്ടിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടി നിൽക്കുന്നത് ശ്രീലക്ഷ്മി കണ്ടതല്ലേ? ഞാൻ പറയുന്ന സാറൊന്ന് വിശ്വസിക്ക്. വീഡിയോയില് രേഖ മാഡം കാണിച്ച സംഭവം എനിക്ക് ഓർമ്മയില്ല. ശരി, അത് പോട്ടെന്ന് വെച്ചാലും ഇന്നലെ താൻ എന്തിനായിരുന്നു ആ മുറിയിൽ കയറിയത്? ഞാനൊരു ദിവസം ചാവിയെടുത്ത് തന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞതല്ലേ അകത്ത് കയറി തന്റെ സംശയങ്ങളെല്ലാം തീർക്കാൻ. അപ്പൊ എന്നോട് എന്താ താൻ പറഞ്ഞത്? ഇനി ഒരിക്കലും അതിനകത്ത് കയറില്ലാന്ന്. വാക്കൊന്ന് പ്രവൃത്തി വേർന്നു. അങ്ങനെ ഒരാളെ ഇനിയും ഞാൻ എങ്ങനെ വിശ്വസിക്കുക? സർ, ഇതിന്റെ ഒക്കെ സത്യാവസ്ഥ സർ ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇനി എന്ത് സത്യാവസ്ഥയാണ് ശ്രീലക്ഷ്മി? അനിയത്തിക്കുട്ടി പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സത്യാവസ്ഥ ഉണ്ടെങ്കിൽ താൻ അപ്പൊ പ്രൂവ് ചെയ്യണമായിരുന്നു. അതിന് തനിക്ക് സാധിച്ചില്ലല്ലോ. ശരിയാണ് സർ, സാധിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും ഈ നിമിഷം വരെ എന്നോട് ചോദിച്ചോ? സാറെങ്കിലും ചോദിച്ചോ? എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് തോന്നി. എന്നോട് താൻ പറയുന്നത് വേറെ, പ്രവർത്തിക്കുന്നത് വേറെ. 100% തന്റെ ഭാഗത്താണെന്ന് തെറ്റ്. ആ തെറ്റിനെ ഞാനും ന്യായീകരിച്ച് ഞാനും കുറ്റക്കാരനാവണമെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? സാർ വീണ്ടും എന്നെ കുറ്റപ്പെടുത്തുക. എനിക്ക് വേറെ ആരെയും ബോധ്യപ്പെടുത്തണ്ട. പക്ഷെ അമ്മയെ സാറിനെങ്കിലും എനിക്ക് ബോധ്യപ്പെടുത്തണം. അതിപ്പോഴല്ല, വീട്ടിലെല്ലാവരും കൂടി തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിയപ്പോൾ ബോധിപ്പിക്കണമായിരുന്നു. ഇപ്പോ ശ്രീലക്ഷ്മി പറയുന്നത് ഞാൻ വിശ്വസിച്ചൊന്നിരിക്കട്ടെ. ഞാൻ പോയി പറഞ്ഞാൽ അവിടെ ആരൊക്കെ താനിപ്പോ പറയാൻ പോകുന്ന കഥ വിശ്വസിക്കും? കഥയല്ല സർ, സത്യം. ഞാൻ എന്തിനാണ് ആ മുറി പോയതെന്നല്ലേ എല്ലാവർക്കും അറിയേണ്ടത്. സാർ എന്തിനാണോ ഇടയ്ക്ക് അവിടെ പോകുന്നത് അതിന് തന്നെ, അല്ലെങ്കിൽ അതിനപ്പുറം എന്തിനെങ്കിലും. അല്ലാതെ രേഖ മാഡം പറഞ്ഞതുപോലെ ആഭരണങ്ങൾ കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടോ അവിടെ ആരുടെ സമാധാനം കളയാനോ അല്ല. എങ്കിലും അത് ശ്രീലക്ഷ്മിക്ക് എന്നോട് പറയായിരുന്നില്ല. ഞാൻ ചാവിയെടുത്ത് തരുമായിരുന്നല്ലോ. ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് ഇങ്ങനൊരു സാഹസം കാണിക്കേണ്ട കാര്യം എന്തായിരുന്നു? അതൊന്നും പറഞ്ഞ സാറിന് മനസ്സിലാവുകയില്ല. സാർ വിശ്വസിക്കുകയില്ല. ഓ, ഇപ്പൊ അങ്ങനായോ? എനിക്ക് മനസ്സിലാവില്ല